ഹലോ നമസ്കാരം. എല്ലാവർക്കും വെറൈറ്റി റെസിപ്പീസിലോട്ട് സ്വാഗതം. ഞാൻ ഷൈനി. ഇന്ന് നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് വൈകുന്നേരങ്ങളിൽ ചായയുടെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു സ്നാക്കാണ്. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാം. പെട്ടെന്ന് വളരെ കുറച്ച് സാധനങ്ങൾ കൊണ്ട് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. ഇപ്പോൾ മഴക്കാലമൊക്കെ അല്ലേ, അപ്പോൾ വൈകുന്നേരങ്ങളിൽ നല്ല ചൂട് ഇതുപോലുള്ള ഒരു സ്നാക്ക് ചായയുടെ കൂടെ കഴിക്കാൻ വളരെ നല്ലതാണ്. ആരാണ് ഇഷ്ടപ്പെടാത്തത് ഇതുപോലെ നല്ലൊരു സ്നാക്ക് കഴിക്കാനായിട്ട്? വളരെ ഡെലീഷ്യസ് ആയിട്ടുള്ള ഒരു പരിപ്പ് സുഖിയനാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. പാൻ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് 1.5 ഡെസേർട്ട് സ്പൂൺ പഞ്ചസാര ചേർക്കുക. പഞ്ചസാര മധുരം കുറച്ച് മതി എന്നുള്ളവർക്ക് കുറച്ച് ചേർക്കാം, അല്ലെങ്കിൽ കൂടുതൽ വേണ്ടവർക്ക് കുറച്ചുകൂടി കൂടുതൽ ചേർക്കാം. എന്നിട്ട് അതിൽ അതേ അളവിൽ തന്നെ വെള്ളം ചേർക്കുക. ഞാൻ 1.5 ഡെസേർട്ട് സ്പൂൺ വെള്ളമാണ് ഇതിലേക്ക് ചേർത്തത്. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. പഞ്ചസാരയൊക്കെ ഒന്ന് അഴുക്കുന്നത് നന്നായിട്ട് അഴിപ്പിച്ചെടുക്കുക. മെൽറ്റാവുന്നത് വരെ ഇളക്കി കൊടുക്കുക. അതിനുശേഷം 1/2 ടീസ്പൂൺ ഏലക്ക പൊടിച്ചത് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി നന്നായിട്ട് തിളപ്പിച്ച് ഏലക്കാപ്പൊടിയുടെ മണമൊക്കെ ഈ പഞ്ചസാര പനിയിലാകുന്നത് വരെ ഇളക്കി കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് ടേസ്റ്റിന് വേണ്ടിയ ഉപ്പും കൂടി ചേർക്കുക. കുറച്ച് ഉപ്പ് ചേർത്താൽ മതി കേട്ടോ, കാരണം നമ്മൾ പരിപ്പ് വേവിച്ചത് ഉപ്പ് ചേർത്തിട്ടാണ്. 1 കപ്പ് ചിരകിയ തേങ്ങ ചേർക്കുക ഇതിലേക്ക്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇതിൽ തേങ്ങയിലെ വെള്ളമൊക്കെ ഒന്ന് വറ്റുന്നത് വരെ വഴറ്റി കൊടുക്കുക. പഞ്ചസാരപ്പാനിയും തേങ്ങയും കൂടി നന്നായിട്ടൊന്ന് വിളയുന്നത് വരെ വഴറ്റി കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന പരിപ്പ് ചേർക്കുക. ഞാൻ 1.5 ബൗള് പരിപ്പാണ് എടുത്തിരിക്കുന്നത്. 1 ബൗള് തേങ്ങയാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. പരിപ്പ് കൂടുതൽ വെന്ത് പോകാതെ എടുക്കണം. അതായത് നമ്മൾ കയ്യിൽ വെച്ച് ഒന്ന് പ്രസ് ചെയ്താൽ ഉടയുന്ന പാകത്തിൽ ആയിരിക്കണം. കയ്യിൽ പ്രസ് ചെയ്യുമ്പോൾ ഉടയാതിരുന്നാൽ അത് കല്ലിച്ചിരിക്കും. അപ്പോൾ നമ്മൾ കുഴിച്ചിട്ട് ഉരുളയാക്കുമ്പോൾ ഉതിർന്ന് പോകാൻ ചാൻസ് ഉണ്ട്. കൂടുതൽ വെന്തും പോകരുത്. കൂടുതൽ വെന്ത് പോയാലും നമ്മളിത് വിളയിച്ച് വരുമ്പോഴേക്കും അത് കൂടുതൽ കട്ട പോലെ ആയാൽ നമുക്ക് കഴിക്കാൻ വലിയ ടേസ്റ്റൊന്നും കാണില്ല. പിന്നെ തേങ്ങ വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി കൂടുതൽ ചേർക്കാം. ഇപ്പോൾ പരിപ്പിലെ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലായിടത്തും ആകത്തൊക്കെ ഇതൊന്ന് മിക്സ് ചെയ്യുക. സ്റ്റൗ ഓഫ് ചെയ്യുക. എന്നിട്ട് ഇത് തണുക്കാൻ വയ്ക്കുക. തണുത്തതിന് ശേഷം ഏകദേശം നേരെ ചൂടുണ്ടെങ്കിലും കുഴപ്പമില്ല, ഉരുട്ടിയെടുക്കുക. ഉരുളകളാക്കിയിട്ട് നമുക്ക് ഫ്രൈ ചെയ്യാനുള്ളതാണ്. ഉരുളകളാക്കിയത് നമുക്ക് ഫ്രൈ ചെയ്യണമെങ്കിൽ ഒരു ബാറ്റർ വേണം. അപ്പോൾ ഇനി ബാറ്റർ ഉണ്ടാക്കാം നമുക്ക്. ഇതിലേക്ക് ഞാൻ 5 ടീസ്പൂൺ മൈദയാണ് ഒരു ബൗളിലേക്ക് ഇടുന്നത്. 5 ടീസ്പൂൺ മൈദ, പിന്നെ അതിന് ശേഷം 2 ടീസ്പൂൺ അരിപ്പൊടിയും കൂടി ചേർക്കുക. വറുത്ത അരിപ്പൊടിയാണ് കേട്ടോ, ഇടിയപ്പത്തിനൊക്കെ എടുക്കുന്ന അരിപ്പൊടിയാണ്. അത് 2 ടീസ്പൂൺ ചേർക്കുക. എന്നിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഈ മൈദയും അരിപ്പൊടിയും കൂടി ഒന്ന് മിക്സ് ചെയ്യുക. അതിനുശേഷം ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പും പിന്നെ മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുക, ഒരു കളറ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ അതിലേക്ക് വേണ്ട ഉപ്പും കൂടി ചേർക്കുക. എന്നിട്ട് അതിന് ശേഷം കുറച്ച് വീതം വെള്ളം ചേർത്ത് ഒരു നല്ല തിക്ക് ബാറ്ററായിട്ട് കലക്കിയെടുക്കുക. കൂടുതൽ വെള്ളം ആദ്യമേ ഒഴിക്കരുത്. കുറച്ചായിട്ട് നമ്മൾ മിക്സ് ചെയ്ത് നല്ലൊരു കട്ടിയായിട്ടുള്ള ബാറ്റർ ഉണ്ടാക്കിയെടുക്കുക. ഇനി നമുക്ക് ആ പരിപ്പ് മിക്സ്ചർ ഇപ്പോൾ നന്നായിട്ട് ആറിയിട്ടുണ്ട്. അതിനി ഉരുട്ടിയെടുക്കാം. ചെറിയ ഉരുളകളാക്കി ഉരുട്ടി എടുക്കുക. ഞാനതെല്ലാം ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രൈ ചെയ്യാം. ചീനച്ചട്ടിയിൽ എണ്ണ നന്നായിട്ട് ചൂടായിരിക്കുകയാണ്. നമുക്കിനി ഈ ബാറ്ററിൽ ഓരോ ബോൾസും എടുത്ത് മുക്കിയിട്ട് ഈ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. നല്ല ചൂടായ എണ്ണയായിരിക്കണം കേട്ടോ. എന്നിട്ട് ഇതിട്ടതിന് ശേഷം നമ്മുടെ ബോൾസ് എല്ലാം ഇട്ടതിന് ശേഷം മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റിയിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. ഇത് ഉടനെ എല്ലാം ഇട്ട് കൊടുക്കരുത്. ഒരു ഗ്യാപ്പ് ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ ഒട്ടിപ്പിടിക്കും. പിന്നെ ഒട്ടിപ്പിടിച്ചാലും കുഴപ്പമൊന്നുമില്ല. ഫ്രൈ ചെയ്തതിന് ശേഷം നമുക്കത് അടർത്തിയെടുക്കാവുന്നതാണ്. ബോൾസൊക്കെ ഫ്രൈ ചെയ്യാനിട്ട് ഉടനെ തന്നെ ഇളക്കി കൊടുക്കരുത്, കാരണം കവറിങ് പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. പിന്നെ അതിനകത്തുള്ള ഫില്ലിങ്സ് എല്ലാം പുറത്ത് വന്ന് എണ്ണയിലിട്ട് കരിയാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഉടനെ ഇളക്കി കൊടുക്കരുത്. ഏകദേശം ഒരു മുരുവായതിന് ശേഷം നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ചിലതൊക്കെ അടർന്നു പോരും, ചിലത് ഒട്ടിപ്പിടിച്ചിരിക്കുന്നുണ്ടാവും.
ഒട്ടിപ്പിടിച്ചിരുന്നാലും കുഴപ്പമൊന്നുമില്ല. അത് നമുക്ക് ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ എണ്ണയിൽ നിന്ന് മാറ്റിയെടുക്കില്ലേ, അതിന് ശേഷം നമുക്കത് അടർത്തിയെടുക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഈസി ആയിട്ടത് അടർത്തിയെടുക്കാൻ പറ്റും. അപ്പോൾ എണ്ണയിലിട്ടിട്ട് നമ്മൾ ബലം പ്രയോഗിച്ച് അത് അടർത്തി മാറ്റേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഇതെല്ലാം മൊരിഞ്ഞിട്ടുണ്ട്. ആദ്യത്തെ ട്രിപ്പ് നമുക്കത് എടുക്കാം. അപ്പോൾ അതിന് ശേഷം ബാക്കിയുള്ളതും കൂടി ഞാൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ വളരെ എളുപ്പത്തിലല്ലേ നമ്മൾ ഈ സ്നാക്ക് ഉണ്ടാക്കിയത്. ഉച്ചയ്ക്ക് പരിപ്പ് കറി വെക്കുമ്പോൾ അതിനകത്ത് നിന്ന് കുറച്ച് പുഴുങ്ങിയ പരിപ്പ് മാറ്റി വയ്ക്കുക. എന്നിട്ട് വൈകുന്നേരം ഇതുപോലെ നല്ലൊരു സ്നാക്ക് ഉണ്ടാക്കി എല്ലാവരും കൂടി ചൂട് ചായയുടെ കൂടെ കഴിക്കാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക കേട്ടോ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ വീണ്ടും നല്ലൊരു റെസിപ്പിയുമായിട്ട് കാണുന്നത് വരെ ബായ്. താങ്ക് യു.